വടക്കുംനാഥ ക്ഷേത്രം എന്നും അത്ഭുതമാണ്. അതേപോലെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്നേഹമാണ്. ഒരു കുഞ്ഞു ഉണ്ണീനെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണ് എപ്പോഴും ഞാൻ അവിടെ പോവാറുള്ളത്. തൃശ്ശൂരിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തൃശ്ശൂർ നഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് പാട്രായ്ക്കലിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഉണ്ണിക്കണ്ണൻ്റെ ഭാഗത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. തുല്യ പ്രാധാന്യത്തിൽ തിരുവമ്പാടി ഭഗവതിയുമുണ്ട്. തൃശ്ശൂർ പൂരത്തിലെ മുഖ്യ പങ്കാളികളിൽ ഒരാളാണ് തിരുവമ്പാടി ഭഗവതി. തിരുവമ്പാടി ഭഗവതിക്കും പാറമേക്കാവ് ഭഗവതിക്കുമാണ് നമ്മൾ തൃശ്ശൂർ പൂരം നടത്താറ്. ഐതിഹ്യപ്രകാരം തിരുവമ്പാടി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണൻ്റെ മൂലസ്ഥാനം തൃശ്ശൂരിൽ നിന്ന് 15 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന എടക്കളത്തൂർ എന്ന സ്ഥലത്താണ്. ആദ്യം ഇവിടെ ഭഗവതി ക്ഷേത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടിപ്പുവിൻ്റെ പട്ടാളത്തെ ഭയന്ന് എടക്കളത്തൂരിൽ നിന്ന് ശാന്തിക്കാരൻ എടുത്തോടിയ കൃഷ്ണവിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ആദ്യം വടക്കേങ്ങാടിയിലെ കണ്ടൻകാവിലും കാറ്റാണിപ്പുള്ളി മനയിലും കുടിയിരുത്തിയെന്നൊക്കെയാണ് ഐതിഹ്യം. പിന്നീട് ഇവിടുത്തെ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. പൊന്നുണ്ണിക്കണ്ണനാണ് തിരുവമ്പാടി കണ്ണൻ. ഒരു കുസൃതിച്ചിരി എപ്പോഴും മുഖത്തുണ്ടാവും. കയ്യിലൊരു പൊന്നോടക്കുഴലുണ്ടാവും. തിരുമുഖത്ത് ചന്ദനം ചാർത്തി നെറ്റിയിലൊരു ഗോപിക്കുറിയൊക്കെ വരച്ച് കുഞ്ഞു പാദത്തിൽ കാൽത്തളകളും കഴുത്തിൽ സ്വർണ്ണമാലയും ഉണ്ടമാലയും തോൾവളകളൊക്കെ അണിഞ്ഞ് സുന്ദരനായിട്ടാണ് എപ്പോഴും കാണുക. ചിലപ്പോൾ പട്ടുകോണെടുത്ത് കാണാം, ചിലപ്പോൾ മഞ്ഞപ്പട്ട് എടുത്തിട്ടുണ്ടാകും. എന്തൊക്കെയാണെങ്കിലും വിളക്കിൻ്റെ ശോഭയിൽ കണ്ണനെ കാണുമ്പോൾ നമ്മൾ ആ കണ്ണനെ നോക്കി മതിമറന്ന് നിന്നു പോവും. ബാലരൂപത്തിലുള്ള ഭദ്രകാളിയാണ് തിരുവമ്പാടി അമ്മ. 4 അടി ഉയരം വരും ദേവി വിഗ്രഹത്തിന്. പുറകിലെ വലത് കൈയിൽ തൃശൂലം, പുറകിലെ ഇടത് കൈയിൽ ദാരിക ശിരസ്, മുന്നിലെ വലത് കൈയിൽ നാന്തകം എന്ന വാള്, മുന്നിലെ ഇടത് കൈയിൽ പാത്രം എന്നീ രൂപത്തിലാണ് വിഗ്രഹം. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ ഉപദേവതമാരായിട്ട് ഗണപതി സ്വാമി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ദമ്പതി രക്ഷസ് എന്നിവരുണ്ട്. ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു കൃഷ്ണന്മാരൊക്കെ കാണാൻ പറ്റി. അഷ്ടമി രോഹിണി നാളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. പല ദേശത്തുനിന്നും ഈ കണ്ണനെ കാണാനായിട്ട് ആൾക്കാർ വരും. ക്ഷേത്രത്തിന് പിന്നിലായിട്ട് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ ഗണപതിയെ കൂടാതെ സുബ്രഹ്മണ്യസ്വാമി, ഹനുമാൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവയ്ക്കും പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. നിത്യേന 3 പൂജകളും 3 ശീവേലിയും ഉള്ള ക്ഷേത്രമാണ് തിരുവമ്പാടി ക്ഷേത്രം. 7 തവണ ശംഖനാദത്തോടു കൂടി പള്ളി ഉണർത്തി നട തുറക്കും. പിന്നെ നിർമ്മാല്യ ദർശനമുണ്ട്. എണ്ണയഭിഷേകം, വാഗച്ചാർത്ത്, ശംഖാഭിഷേകം, സുവർണ്ണ കലശാഭിഷേകം, പിന്നെ ആടയാഭരണങ്ങളൊക്കെ ചാർത്തി നമുക്ക് കണ്ണനെ കാണാം. 3 ശീവേലികളും ആനപ്പുറത്ത് നടത്തുന്ന ക്ഷേത്രമാണിത്. കണ്ണന് കുംഭമാസത്തിലെ പൂയം നാളിൽ കൊടികയറി 8 ദിവസത്തെ ഉത്സവം, ധനുമാസത്തിലെ വൈകുണ്ഠ ഏകാദശി, ചിങ്ങത്തിലെ അഷ്ടമി രോഹിണി, മേടത്തിലെ വിഷു എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ. ഭഗവതിക്ക് മേടത്തിലെ തൃശ്ശൂർ പൂരം, ധനുമാസത്തിലെ 3ാമത്തെ ഞായറാഴ്ചത്തെ വേലയുമാണ് പ്രത്യേകമായിട്ട് നടത്തി വരുന്നത്. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്മിക്കുട്ടി, തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി. ഇവള് ഞങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയാണ് കേട്ടോ. ഈ ലക്ഷ്മിക്കുട്ടിയാണ് ശീവേലിക്ക് വരുന്നത്. കണ്ണന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ വെണ്ണയും പാൽപ്പായസമാണ്. കണ്ണന് ഏറ്റവും പ്രിയം വെണ്ണയാണ്. സത്യത്തിൽ വെണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അലിയുന്നത് എന്നാണ് പറയുന്നത്. അതായത് കണ്ണന് നമ്മുടെ വെണ്ണ പോലെ അലിയുന്ന മനസ്സാണ് ഏറ്റവും പ്രിയം. 3 ശീവേലിയും ആനപ്പുറത്ത് നടത്തുന്നു എന്ന പ്രത്യേകത ഇവിടെയുണ്ട്. തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു എന്ന സങ്കല്പത്തിലാണ് ശീവേലി നടത്തുന്നത്. ചെണ്ട, ഇലത്താളം, ചേങ്ങില, കൊമ്പ്, കുഴൽ എന്നിവ ശീവേലിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ്. ഇവയുടെയൊക്കെ അകമ്പടിയോടെ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു. കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പുറത്തേക്ക് എഴുന്നള്ളുന്ന ഭഗവാനെ ഭക്തർ നാമജപത്തോടുകൂടി അനുഗമിക്കുന്നു.
തൃശ്ശൂർ വരുന്ന ആരും തന്നെ കണ്ണനെ കാണാൻ മറക്കണ്ട. ഗുരുവായൂരെ പോലെ തന്നെ പ്രാധാന്യമുള്ള നല്ലൊരു ഉണ്ണിക്കണ്ണനാണ് നമ്മുടെ തിരുവമ്പാടി കണ്ണൻ. ആ കണ്ണനെ കാണാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. തൃശ്ശൂരിൻ്റെ ഭാഗമായതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. എല്ലാവർക്കും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പ, എൻ്റെ തിരുവമ്പാടി കണ്ണ.